തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. തീപിടുത്തത്തെ തുടർന്ന് രോഗി മരിച്ചെന്ന് ബന്ധുക്കൾ ആരോപിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം. OP ബ്ലോക്ക് ഗേറ്റ് പോലീസ് അടച്ചു. വിവരങ്ങൾ നൽകാനായി ചേരുന്നത് രജീഷ്. ഇപ്പോൾ സ്ഥലത്തെ സാഹചര്യം എങ്ങനെയാണ്? അക്രമാസക്തമാകുന്ന സ്ഥിതിഗതികളൊന്നും ഇല്ലല്ലോ അല്ലേ? അനിഷ, ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സൂപ്രണ്ട് ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ഈ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധക്കാർ സൂപ്രണ്ട് എത്തിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകുള്ളൂ എന്ന ഒരു നിലപാടാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചത്. ഇതോടുകൂടി പ്രതിഷേധക്കാരെ പോലീസ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളമായി ഈ സമരം ആരംഭിച്ച് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുമ്പിൽ ആണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നുമാണ് ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിലെ ചൊവ്വാഴ്ച ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ശേഷം വെന്റിലേറ്ററിലുണ്ടായിരുന്ന ഏകദേശം 5ഓളം പേർ മരണപ്പെട്ടിരുന്നു. അതിന് കാരണം ഈ ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആശുപത്രി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത്. ആ പ്രതിഷേധക്കാരെയാണ് പോലീസ് ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. അനീഷ. ശരി, രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പ്രതിഷേധിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ. അത് വെന്റിലേറ്ററിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട രോഗികൾ മരിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ഇപ്പോൾ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട് പോലീസ് ഇടപെട്ടുകൊണ്ട്. രജീഷാണ് വിവരങ്ങൾ നൽകിയത്.